ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു മതി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെയാണ് ഇൻട്രോ കൊടുക്കൽ. അപ്പം നമ്മൾ വെറൈറ്റി മഞ്ചേരി ടൗണിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ് ഗർഭിണിയായിരുന്നു, പ്രസവിച്ചിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളൊരു സൺഡേ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലേ സൺഡേയും കറങ്ങാനാണ് പോയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ നമ്മൾ എന്നും കറങ്ങാല്ല, നമ്മൾ വെറൈറ്റി റിലേ നമ്മൾ ബന്ധപ്പെടാക്കുന്നല്ല, നമ്മൾ കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. ഇമ്മമ്മ പറഞ്ഞത് ഇമ്മമ്മ ഇടക്കിടക്ക് പറഞ്ഞു തരും, ബന്ധങ്ങളൊന്ന് പുതുക്കണം എന്ന് പറയും എപ്പോഴും. അപ്പോൾ അങ്ങനെ പുതുക്കാൻ പോകട്ടെ ഗായ്സ്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഗായ്സ് നമ്മളെ ബൈക്കാണ് കേട്ടത്, നമ്മളെ വണ്ടി, നമ്മൾ പോണ വണ്ടിയാണ്, ചങ്ങായിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി സ്കൂട്ടി ഞങ്ങൾ ഷോറൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എഞ്ചിൻ പണിയാണ്. അപ്പോൾ ഒന്ന് കംപ്ലൈൻറ്റ് റെഡിയാക്കാൻ വേണ്ടി കളർ ന്യൂസ് കുട്ടീനായിട്ട് ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ബേബി ഉറങ്ങി. അപ്പം ഉമ്മനെ വെയിറ്റ് ചെയ്യാട്ടോ, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ വെറും കൈയുടെ പോകാൻ പാടില്ലല്ലോ, നമ്മൾ അതിൻ്റെതായ രീതിയിൽ പോകണ്ടേ. അതൊക്കെ കാണിച്ചുതരാം. ഓക്കെ. പിന്നെ ഗായ്സ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡ്രസ്സും കട അന്വേഷിച്ച് ഡ്രസ്സും കട കിട്ടിയപ്പോൾ ഡ്രസ്സും കടേൻ്റെ ഉള്ളിലേക്ക് പോയതാട്ടോ ഈ വീഡിയോസ് ഇങ്ങി തൊട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹബാരത് തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെടുക്കണം നല്ല കൺഫ്യൂഷനായിരുന്നു. എനിക്കും ആദ്യക്കും ഉമ്മാക്കും ഇത് പറ്റി. അമ്മമാക്ക് പിന്നെ വേറെ ഉടുപ്പൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ ഉടുപ്പൊക്കെ ഔട്ട് ഓഫ് ഫാഷനല്ലേ. ഇപ്പോൾ ഗേൾസ് ഇപ്പോൾ ഉടുപ്പിട്ടാൽ എപ്പോഴായാലും ഉടുപ്പ് തന്നെയല്ലേ കയറി വാങ്ങുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയൊരു ഷോർട്ടും ഒരു ഷോർട്ട്സും അങ്ങനെ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നല്ലോണം പറ്റി കാണുന്നത്. ഇപ്പോൾ ഞാൻ ചേച്ചിനോട് പറയുന്നുണ്ട് ഒരേ മരത്തെ 2 വേണമെന്ന്. അപ്പം ആമിമോള് ഭയങ്കര ചൊറ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ ജീൻസിന് നിക്കറൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഇമ്മ പറഞ്ഞു ചെറിയ കുട്ടികളല്ലേ, അതിൻ്റെ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് കയറും. അപ്പോൾ ഇങ്ങനെ ജീൻസിന് നിക്കറൊന്നും ഇടാൻ പറ്റൂല. ഞാൻ ആമിമൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ആ ടൈമൊന്നും. പിന്നെ ഇതൊക്കെ ആദ്യം എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ അടുത്ത് മാനേജറിനും ചേച്ചിക്കൊന്നും വീഡിയോ എടുക്കണം യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ആമിമൊക്കെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വേഗം വെടുക്കാട്ടോ, എന്താ പറയുക, ഡ്രസ്സ് എടുക്കാൻ വരില്ല. അപ്പോൾ അങ്ങനെ നല്ല കമ്പനി ആയിക്കണേ. പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണും ആമിമോളെ എടുത്തുകൊണ്ട് ആദ്യം സൂം ചെയ്തെടുത്ത് കേട്ടോ, അതാണ് കണ്ണ് ചുമ്പിയത്. പിന്നെ ഗായ്സ് ഞങ്ങൾ എടുത്തതായി പച്ചയും ഇതുപോലത്തെ നീലായിട്ട് എടുത്തിട്ടുള്ളത് ഒരേ മരത്തെ. അപ്പോൾ 2 കൂട്ടം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷർട്ട് ആദ്യൻ്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കൊടുത്താട്ടെ. ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ടാണ്. ഞാനങ്ങനെ കുറേ വാങ്ങിക്കൊടുക്കലുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ എടുത്ത് വെച്ച ക്യാഷ് കൊണ്ട് നമ്മൾ ഹസ്ബൻഡിന് വാങ്ങിക്കൊടുക്കാൻ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ ഇതാക്കണം. പിന്നെ ഓർലിക്സും നെയ്യും അങ്ങനെയൊക്കെ വാങ്ങി കയറിയതാട്ടോ. പിന്നെ ഗായ്സ് നമ്മൾ വീട്ടിലെത്തി വീടൊന്ന് പയച്ച് പോയിട്ടോ. ഞങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ വൈപ്പയക്കും. അപ്പോൾ ഇതാക്കാണ് ആദ്യം ഇരിക്കുന്നത് സോഫയിലൊക്കെ. അപ്പോൾ ഇതാക്കാണ് ഇവിടെ അറബിയത്തൊക്കെ എഴുതിയിട്ടുണ്ട്. കൂട്ടിയത്താണ്, ഒന്നും വായിച്ചാൽ ഒന്ന് അറിഞ്ഞുകൂടാ കൂട്ടിയത്തായുണ്ട്. അല്ലെങ്കിൽ അവിടെ വായിച്ച് മറിഞ്ഞ് തലയുടെ പുണ്ണാക്കല്ലേ. അപ്പോൾ ആമിമോൾക്ക് അവിടെ ഒരു പെട്ടി കിട്ടിയിട്ട് അപ്പോൾ അതിന്മേലായിരുന്നു. പിന്നെ ഇതാക്കണ ഞാൻ സോക്കേസും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ നോക്കിയായിരുന്നു ഇഷ്ടപ്പെട്ടിട്ട് ഓരോന്ന്. അപ്പോൾ ഞാൻ അതിനോട് അറിയാൻ നമുക്ക് വീടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കണം കേട്ടോ എന്നൊക്കെയാണ് ആ പറയണത്. എന്നാലും കുന്നോളം ആഗ്രഹിച്ചാൽ കുറച്ചേയും കിട്ടുന്നല്ലേ, അതുകൊണ്ടാട്ടോ. ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാക്കണം ആകെ കണ്ടിങ്ങനെ വരിക. അപ്പോൾ മതി എന്നൊക്കെ പറയാൻ അത്ര പോകുന്ന സോക്കേസ് മതി. പിന്നെ ഞങ്ങൾ ചെടി കാണാൻ വേണ്ടി പുറത്തിറങ്ങിട്ടോ. നമ്മളവിടുന്ന് ചായ അടിച്ചു. പിന്നെ 5 വീടൊക്കെ ഉണ്ടായിരുന്നു, 5-6 വീടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ചായ തരി തന്നെയായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം നമ്മൾ വർത്താനം പറഞ്ഞ് അങ്ങനെ ജോളിയായിട്ട് പോയി. അതൊന്ന് വീഡിയോ എടുക്കാൻ മറന്നു പോയി അവിടുന്ന്. അതുവരെ ഞങ്ങൾ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കാരക്കൊന്ന് ആമിമോക്ക് ഒരു ജീൻസിൻ്റെ ഒരു ഷോർട്ട്സും ഒരു ടീഷർട്ടും വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. കാരക്കൊന്ന് നമ്മൾ സ്ഥിരം കടയാണ്. നമ്മൾ പോകുന്ന കടയ്ക്ക് നമ്മളെ ഫ്രണ്ടിൽ കേട്ടോ. കാരണം നമ്മൾ ഒരാഴ്ചയിൽ തന്നെ 2-3 ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കും. അത് പിന്നെ എങ്ങനെ ഫ്രണ്ടാവാതൊക്കെ. നമ്മൾ കാണുന്നത് ഞങ്ങൾ ഒരു 10-11 മണിയാകുമ്പോൾ അനീസാക്കി അനുവും വന്നുകൊണ്ട് ഞങ്ങളെ പിക്ക് ചെയ്ത് പോയിട്ടോ മഞ്ചേരിക്ക്. ആനക്കയം ആ റൂട്ടിൽ അങ്ങനെ പോയി ചായ കുടിക്കാം. പിന്നെ ഞങ്ങൾ പാഴ്സൽ വാങ്ങി നെയ്ച്ചോറ്, ഞാനും അനീസാക്കിയൊക്കെ ആയിട്ട് ഓരോന്ന് പാഴ്സൽ നെയ്ച്ചോറും പീസും കറിയൊക്കെ വാങ്ങി നമ്മൾ കോട്ടേഴ്സിലോട്ട് വന്നിട്ട് അപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടാകും. പിന്നെ അനുവിൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ കണ്ടില്ല. ഇനി അടുത്ത വീഡിയോസിൽ ഇനി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞങ്ങൾ ഇതൊക്കെ വാങ്ങും, നെയ്ച്ചോറൊക്കെ പാഴ്സലാക്കാം. ഈ കുട്ടി വീഡിയോസാട്ടോ, വീഡിയോ ആണ്, വ്ളോഗാണ്.
അപ്പോൾ അതൊക്കെ വാങ്ങി എല്ലാവരും പെറുക്കിയെടുത്ത് കാറിലിട്ട് കണ്ട് ഞങ്ങൾ ഇതാക്കണത്, ഞങ്ങളല്ല അനീസാക്കാണ് ഓട്ടണത്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ കോട്ടേഴ്സിലോട്ട് വെച്ച് പിടിച്ചിട്ടോ. ചെറിയൊരു മിനി വ്ളോഗാണ്. അപ്പോൾ അവരും പോയി വാങ്ങി. പിന്നീട് അവർ കാറിലിരിക്കുമായിരുന്നു അവർ. പിന്നെ ഞങ്ങൾ നെയ്ച്ചോറ്, പീസ്, കറി, സലാഡ്, അങ്ങനെ എല്ലാവരും ചില്ലറ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് തിന്നാൻ പൂതിയാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.